വെനസ്വേലയിൽ വ്യാപക നാശം വിതച്ച് വൻ ഭൂകമ്പം. 1 മിനിറ്റിനുള്ളിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 10,000-ലേറെ മരണമുണ്ടായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. വിവിധ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വെനസ്വേലയെ വിറപ്പിച്ച 2 ഭൂചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല. വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം സുനാമി മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, മരണം 10,000-ന് മുകളിലേക്ക് പോകും, അങ്ങനെ ഒരു സംഖ്യയിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ആഘാതം അത് വിവിധ പ്രദേശങ്ങളിൽ നാശം വിതച്ചുവെന്ന് തന്നെയാണ്. ബഹുനില കെട്ടിടങ്ങളും സാധാരണ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവ തകർന്നു വീണ് അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. പലരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാത്രിയായിരുന്നു ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് സമയം ആയിരുന്നതിനാൽ കൂടുതൽ ദുഷ്കരമായിരുന്നു ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന്. വൈകിട്ട് പ്രാദേശിക സമയം 6:30 മണിയോടുകൂടിയായിരുന്നു 2 ഭൂചലനങ്ങൾ സംഭവിച്ചത്. അതിനുശേഷം രക്ഷാപ്രവർത്തകർക്ക് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അതിനുശേഷം ഇപ്പോഴും ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഫിലിപ്പിന് സമീപം, അതായത് യരാക്കോ സംസ്ഥാനമാണ്, അവിടെ സാൻ ഫിലിപ്പിന് സമീപം ഭൂഗർഭത്തിൽ 21 കിലോമീറ്റർ ആഴത്തിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 7.2 തീവ്രതയുള്ള ആദ്യത്തെ ഭൂചലനവും 7.5 തീവ്രതയുള്ള രണ്ടാമത്തെ ചലനവും. നമുക്കറിയാം, 7 തീവ്രത രേഖപ്പെടുത്തിയാൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. വെനസ്വേല പോലൊരു രാജ്യം അങ്ങനെ തുടരെ ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ഇടമല്ല. അപ്രതീക്ഷിതമായിരുന്നു. ജപ്പാനിലെയോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിലെയോ ഒക്കെ പോലെ തന്നെ സുനാമിയോ അല്ലെങ്കിൽ ഭൂചലനങ്ങളോ ഒക്കെ നേരിടുന്ന രാജ്യങ്ങൾ അവരുടെ നിർമ്മിതികളിൽ പ്രത്യേകത വരുത്താറുണ്ട്. ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ തരത്തിലായിരിക്കും. പക്ഷേ വെനസ്വേലയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ആക്ടിംഗ് പ്രസിഡന്റ് റോഡ്രിഗസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. മരണസംഖ്യ സംബന്ധിച്ചുള്ള ആശങ്ക തന്നെയാണ് ഏറ്റവും ഭീതി ജനിപ്പിക്കുന്നത്. 10,000-ന് മുകളിലേക്ക് പോകും. ഒരുപക്ഷെ അത് 50,000-ന് അടുത്തേക്ക് വരെ എത്തിയേക്കാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. രേണുക, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.